സാംസ്കാരിക പൈതൃകവും ആധുനിക സൗകര്യങ്ങളും ഒത്തുചേരുന്ന കണ്ണൂരിലെ സുപ്രധാന മണ്ഡലമാണ് തളിപ്പറമ്പ്. മഹാബലിയുമായും പരശുരാമനുമായും ബന്ധപ്പെട്ട പുരാതന ചരിത്രം തളിപ്പറമ്പിലുണ്ട്. ചരിത്രം പേറുന്ന തളിപ്പറമ്പ് വികസന പദ്ധതികളിലും ചരിത്രം സൃഷ്ടിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മലബാറിലെ തന്നെ മുൻനിര മണ്ഡലങ്ങളിലൊന്നാണ് തളിപ്പറമ്പ്. MV ഗോവിന്ദനാണ് മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. വികസന കാര്യങ്ങളിൽ മണ്ഡലം അതിവേഗമാണ് മുന്നേറുന്നത്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ മലയോര നഗര മേഖലകളെ ബന്ധിപ്പിക്കുന്ന വൻകിട റോഡ് പദ്ധതികളാണ് വികസന പാതയിലെ ഹൈലൈറ്റ്. തളിപ്പറമ്പ് ഇരിട്ടി റോഡ് BM&BC നിലവാരത്തിൽ നവീകരിക്കുന്ന പദ്ധതിയാണ് എടുത്തു പറയേണ്ടത്. മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ഹിൽ ഹൈവേ റീച്ചുകൾക്കായി കോടിക്കണക്കിന് രൂപ അനുവദിച്ചു. കൂവേരി പാലം, മയ്യിൽ പറശ്ശിനിക്കടവ് പാലം തുടങ്ങിയ പ്രധാന പാലങ്ങളുടെ നിർമ്മാണത്തിനും അനുബന്ധ റോഡുകൾക്കുമായി ധനസഹായം നൽകി. കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യം വിപ്ലവകരമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് കിഫ്ബി. കേരള ഗവൺമെൻറ് ഭാവനാപൂർവം പ്ലാൻ ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ മുഴുവൻ സാധ്യതകളെയും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കേരളത്തിലെ റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും അതുപോലെ വ്യത്യസ്ത തലങ്ങളിലുള്ള എല്ലാ അർത്ഥത്തിലുള്ള പശ്ചാത്തല സൗകര്യ വികസനവും സംഘടിപ്പിക്കുന്നതിന് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ കഴിഞ്ഞ പ്രസ്ഥാനം കിഫ്ബിയാണ്. കിഫ്ബിക്കെതിരായി അതിശക്തിയായ വിമർശനങ്ങളെല്ലാം കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും നേതാക്കളിൽ നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരെല്ലാം പ്രദാനം ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ വലിയ വികസന കുതിപ്പാണ് കിഫ്ബിയുടെ ഭാഗമായിട്ട് നിർവഹിക്കാൻ സാധിച്ചത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്കൂളുകൾക്ക് ഹൈടെക് സൗകര്യങ്ങൾ ഒരുക്കാൻ വലിയ തുക അനുവദിച്ചിട്ടുണ്ട്. 11 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കിയത്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തളിപ്പറമ്പ്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റ്യാട്ടൂർ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മയ്യിൽ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടുവം എന്നിവിടങ്ങളിലാണ് വികസനമെത്തിയത്. ആരോഗ്യമേഖലയിലും മണ്ഡലം സുപ്രധാന നേട്ടങ്ങൾ കരസ്ഥമാക്കി. തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി 50 കോടിയിലധികം രൂപയുടെ മാസ്റ്റർ പ്ലാൻ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. പുതിയ ബ്ലോക്കുകളുടെ നിർമ്മാണം ഇതിൽ പ്രധാനമാണ്. സാംസ്കാരിക കായിക മേഖലയ്ക്കും ഉണർവേകിയ പതിറ്റാണ്ടാണ് കടന്നുപോകുന്നത്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്ര പരിസരവും വളപട്ടണം പുഴയുടെ തീരവും കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര വികസനമാണ് ഇതിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നത്. മയ്യിൽ പഞ്ചായത്തിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്റ്റേഡിയം നിർമ്മാണത്തിനായി ഭരണാനുമതി ലഭിച്ചതും വികസന രംഗത്തെ നേട്ടമാണ്. നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായുള്ള വൻകിട പദ്ധതികൾ സ്കീമിൽ ഉൾപ്പെടുത്തിയതും മണ്ഡലത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് വഴിതെളിച്ചിട്ടുണ്ട്. നേട്ടങ്ങളുടെ പട്ടികയിൽ തളിപ്പറമ്പ് മണ്ഡലം മറ്റ് മണ്ഡലങ്ങൾക്ക് മാതൃകയാണ്. കാലത്തിനനുസരിച്ച് വികസന പദ്ധതികൾ തുടരുമ്പോൾ തളിപ്പറമ്പും തളരാതെ കുതിക്കുകയാണ്. ഇപ്പോൾ വളരെ വേഗം പണി നടന്നുകൊണ്ടിരിക്കുന്ന 66 NH പ്രവർത്തനത്തിൽ ഏതാണ്ട് 6000-ഓളം കോടി ഉറപ്പിക ഈ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് വാശി പിടിച്ചപ്പോൾ അവർക്ക് നൽകാൻ കേരള ഗവൺമെൻറ്റിന് നൽകിയത് കിഫ്ബിയാണ്. ചുരുക്കി പറഞ്ഞാൽ ആ നാഷണൽ ഹൈവേ 66 ഇന്നത്തെ നിലയിൽ പ്രാവർത്തികമാക്കുന്നതിന് സാധിച്ച
പ്രേരക ശക്തി കിഫ്ബിയാണ് എന്നർത്ഥം. നമ്മുടെ ഹൈസ്കൂളുകളിലും UP സ്കൂളുകളും LP സ്കൂളുകളും ഉൾപ്പെടെയുള്ള സ്കൂൾ സംവിധാനമാകെ ലോകോത്തരമായ രീതിയിൽ വികസിപ്പിക്കാൻ സാധിച്ചതും കിഫ്ബിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കുന്നില്ല. നമ്മുടെ റോഡ്, പ്രാദേശിക തലത്തിൽ പോലുമുള്ള റോഡുകൾ എല്ലാം തന്നെ മെച്ചപ്പെട്ട പശ്ചാത്തല സൗകര്യത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്താൻ കഴിഞ്ഞത് കിഫ്ബിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ആ കിഫ്ബി അതിശക്തിയായ രീതിയിലുള്ള പ്രവർത്തനമാണ് വികസന മേഖലയിലാകെ കാഴ്ചവെച്ചത്. നേട്ടങ്ങളുടെ പട്ടികയിൽ തളിപ്പറമ്പ് മണ്ഡലം മറ്റ് മണ്ഡലങ്ങൾക്ക് മാതൃകയാണ്. കാലത്തിനനുസരിച്ച വികസന പദ്ധതികൾ തുടരുമ്പോൾ തളിപ്പറമ്പും തളരാതെ കുതിക്കുകയാണ്. പുരാതന കോലത്തുനാടിൻ്റെ ഭാഗമായിരുന്ന പയ്യന്നൂർ പെരുമ്പപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന പയ്യന്നൂരിൻ്റെ വികസന ചരിത്ര വഴികളിലൂടെ ഒരു യാത്ര. ചരിത്രത്തിൻ്റെ സ്പന്ദനങ്ങൾ മുഴങ്ങുന്ന കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മണ്ഡലത്തിൽ വൻ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. പ്രധാനമായും റോഡ് വികസനം, ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം എന്നീ മേഖലകളിലാണ് വൻകിട പദ്ധതികൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് TI മധുസൂദനൻ MLA പറഞ്ഞു. പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ അനുഭവം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ റോഡുകളുടെ വികസനത്തിന് ഏതാണ്ട് 122 കോടി രൂപ ഈ മണ്ഡലത്തിൽ കിഫ്ബി വഴി ചെലവഴിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മലയോര മേഖലയിൽ കടന്നു പോകുന്ന പയ്യന്നൂർ മുനിസിപ്പാലിറ്റി അതിർത്തിയിലൂടെ കടന്നു പോകുന്ന അമ്പലത്തറ കാനായി മണിയർ റോഡ്, അതുപോലെ തന്നെ കാങ്കോൽ ചീമേനി റോഡ്, വെള്ളോറ കക്കര കടുക്കാർമ റോഡ്, ചെറുപുഴ മഞ്ഞക്കാട് ഉദുവം റോഡ്, പുന്നക്കടവ് പുതിയ പുഴക്കര റോഡ്, പയ്യന്നൂർ സെൻട്രൽ ബസാർ ജംഗ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ് പദ്ധതി, കോടികളുടെ മൂലധന വഴിയാണ് കിഫ്ബി വഴി ഈ റോഡ് നിർമ്മാണത്തിന് മാത്രം കേരളത്തിന് കിട്ടിയത്. പയ്യന്നൂർ മണ്ഡലത്തിൽ റോഡുകളുടെ വികസനത്തിന് 122 കോടി രൂപയാണ് അനുവദിച്ചത്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി അതിർത്തിയിലൂടെ കടന്നുപോകുന്ന അമ്പലത്തറ കാനായി മണിയാർ റോഡ്, കനോലി ചിമ്മിനി റോഡ് തുടങ്ങിയ റോഡുകളുടെ വികസനത്തിനായി 100 കോടിയോളം രൂപയാണ് അനുവദിച്ചത്.
ചൂളക്കടവ് പാലത്തിനായി 28 കോടി രൂപയും വകയിരുത്തി. രാമന്തലിയെയും പയ്യന്നൂരിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. പയ്യന്നൂർ മണ്ഡലത്തിൽ 12 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള തീരദേശ ഹൈവേയുടെ നിർമ്മാണത്തിനായി 87 കോടി രൂപയാണ് അനുവദിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ, നവീകരണം, റോഡിൻ്റെ സൗന്ദര്യവൽക്കരണം എന്നിവയ്ക്കായാണ് തുക വിനിയോഗിക്കുന്നത്. ഒരു പാലം, ചൂളക്കടവ് പാലം എന്ന് പറയുന്നത് നേവൽ അക്കാദമി നിൽക്കുന്ന രാമന്തലിയെയും പയ്യന്നൂരിലെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. 28 കോടി രൂപ ആ പാലത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന്, പാലം അങ്ങനെ നിർമ്മിച്ചെടുക്കുന്നതിന് കിഫ്ബി വഴി ഇന്ന് ഗവൺമെൻറ് അംഗീകാരം നൽകി അതിൻ്റെ പണി നടന്നു വരികയാണ്. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് തീരദേശ ഹൈവേ. ഞങ്ങളുടെ മണ്ഡലത്തിൽ ഏതാണ്ട് 12 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് തീരദേശ ഹൈവേ വരുന്നത്. 87 കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കൽ, റോഡ് നവീകരണം, അതോടൊപ്പം തന്നെ റോഡിൻ്റെ സൗന്ദര്യവൽക്കരണം, ഇതിനെല്ലാമായി 87 കോടി രൂപയാണ് ഗവൺമെൻറ് കിഫ്ബി വഴി അനുവദിച്ചിട്ടുള്ളത്. ആ പണി അതിവേഗത്തിൽ നടന്നു വരികയാണ്. പയ്യന്നൂർ മണ്ഡലത്തിലെ സ്കൂളുകളുടെ വിപുലീകരണത്തിന് 50 കോടി രൂപയാണ് വിവിധ സ്കൂളുകളുടെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒരു ഘട്ടത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് കാണാനാവുന്നൊരു കാര്യമാണ്. സ്കൂളുകളുടെ വിപുലീകരണത്തിന് 50 കോടി രൂപയാണ് വിവിധ വിദ്യാലയങ്ങൾക്ക് അനുവദിച്ചത്. 17 സ്കൂളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. ആരോഗ്യ മേഖലയിലും വൻ തുകയാണ് വിനിയോഗിച്ചത്. പതിനേഴ് സ്കൂളുകളിൽ MRS മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഈ കിഫ്ബി വഴിയുള്ള വികസന മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ അഭിമാനകരമായിട്ടുള്ളൊരു പദ്ധതിയാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. അത് സ്പെഷ്യാലിറ്റി ആശുപത്രിയായി 7 നിലയിലുള്ള കെട്ടിടമാണ് 58 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. 103 കോടിയുടെ വികസന പദ്ധതിയാണ് ഈ താലൂക്ക് ആശുപത്രിയുമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പെരിങ്ങോം താലൂക്ക് ആശുപത്രി മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആതുര ശുശ്രൂഷ കേന്ദ്രമാണ്. അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ച് ആ പണി തകൃതിയായിട്ട് നടന്നു വരികയാണ്. പയ്യന്നൂരിലെ ഏക ഗവൺമെൻറ് കോളേജാണ് പെരിങ്ങോം ഗവൺമെൻറ് കോളേജ്. വിവിധ ഘട്ടങ്ങളിൽ അതിന് വേണ്ടി 10 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചു. ആ പ്രവർത്തനങ്ങൾ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലക്ക് വലിയ പരിമിതികളും ആവശ്യങ്ങളും വളരെ കൂടുതലാണ്. പരിമിതികൾ വലിയ നിലയിലുണ്ട്. അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു 10 കോടി രൂപയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ട് കിഫ്ബി വഴി പയ്യന്നൂരിന് അനുവദിച്ചു തരുന്ന നിലയുണ്ടായത്. പയ്യന്നൂർ ഒരർത്ഥത്തിൽ സിനിമയുടെ തലസ്ഥാനം കൂടിയാണ്. സിനിമ സംവിധായകർ, നടീനടന്മാർ, സിനിമയെക്കുറിച്ചിട്ടുള്ള ഗൗരവമുള്ള പഠനം നടത്തുന്നവർ, വിദേശ സിനിമക്കടക്കം മലയാളം ടൈറ്റിലോടുകൂടി സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുന്നതിന് പരിശ്രമിക്കുന്ന ഒരു വലിയ സംഘം ആളുകൾ ഇന്ന് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പയ്യന്നൂരിൻ്റെ അഭിമാന താരങ്ങളായിട്ടുണ്ട്. ഞങ്ങളതിൽ കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം, പയ്യന്നൂരിൻ്റെ സിനിമാ മേഖലയിലെ മുന്നേറ്റത്തിന് സഹായകമാവുന്ന ഒരു വലിയ പ്രൊജക്റ്റ് മുന്നോട്ടേക്ക് വെക്കണമെന്ന് കണ്ടു. ലെനിൻ രാജേന്ദ്രൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിലാണ് 11,35,00,000 KSFDCയുടെ തിയേറ്റർ കോംപ്ലക്സിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഈ മാർച്ച് മാസത്തോടുകൂടി അത് ഉദ്ഘാടനത്തിലേക്ക് എത്തുകയാണ്. പയ്യന്നൂരിൻ്റെ കലാപരമായിട്ടുള്ള മേഖലയിൽ KSFDCയുടെ ഈ തിയേറ്റർ കോംപ്ലക്സ് ഏറ്റവും വലിയ നിലയിൽ അതിന് സ്വാധീനമുണ്ടാക്കി മുന്നോട്ടേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി ഉയർത്തുന്നതിനായി 103 കോടി രൂപയാണ് അനുവദിച്ചത്. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി
7 നിലകളിലുള്ള ആശുപത്രിയായി ഇതിനെ മാറ്റിയപ്പോൾ ആതുര രംഗത്തിന് പുതിയ മാനങ്ങളാണ് കൈവന്നത്. സർവ്വതോന്മുഖമായ വികസനം തന്നെയാണ് മണ്ഡലത്തിൽ ലക്ഷ്യമിടുന്നത്. പയ്യന്നൂരിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങൾ നിലനിർത്തിക്കൊണ്ട്.